നമസ്കാരം. നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. നിങ്ങൾ പങ്കുവച്ച ചോദ്യോത്തര രൂപത്തിലുള്ള മെറ്റീരിയൽ, അതിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. വിഷയമിതാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മൾ മറ്റാരുടെയൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള ശക്തികളുടെയൊക്കെയോ ഉപദേശം അതേപടി പിന്തുടരുകയാണെന്ന്. അങ്ങനെയൊരു തോന്നൽ വന്നാൽ എങ്ങനെയാണ് സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിക്ക് നടക്കാൻ പറ്റുക? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അന്വേഷണം, ഇതിന്റെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ, എങ്ങനെ സ്വന്തം തീരുമാനങ്ങളിൽ കൂടുതൽ ഉറച്ചു നിൽക്കാം, പിന്നെ കാര്യങ്ങളെ കുറച്ചുകൂടി ഒരു വിമർശനാത്മകമായിട്ട് എങ്ങനെ കാണാം, ഇതിനൊക്കെ സഹായിക്കുന്ന ചില നല്ല ആശയങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? നിങ്ങൾ ഷെയർ ചെയ്ത ഈ മെറ്റീരിയലിലെ ഒരു പ്രധാനപ്പെട്ട ആശയം, അതായത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നത് അത് നിങ്ങൾക്ക് മാത്രമേ ശരിക്കും അറിയൂ എന്നതാണ്. തീർച്ചയായും മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വാധീനിക്കുന്നവ അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒന്നാണല്ലേ? ഇതിൽ പറയുന്നൊരു രസകരമായ കാര്യമുണ്ട്. നമ്മൾ ആളുകളോട് അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ പലപ്പോഴും അവരാദ്യം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർ ഇതുപോലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്തു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത് നമ്മുടെ ഒരു സ്വാഭാവികമായ പ്രവണതയാണ് കാണിക്കുന്നത്. എപ്പോഴും പുറത്തേക്ക് നോക്കുക. അപ്പോൾ ഈ സ്രോതസ്സ് നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് മാത്രം നോക്കുന്നത്? എന്തുകൊണ്ട് സ്വന്തം ചിന്തയെ, സ്വന്തം ഭാവനയെ, ആ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദത്തെ വിശ്വസിച്ചുകൂടാ? അത് വളരെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്രോതസ്സ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്, ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സാങ്കേതികമായ വിഷയങ്ങളിൽ ഒരു വിദഗ്ധന്റെ അഭിപ്രായം തേടുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ വിദഗ്ധരെ പൂർണ്ണമായി ഒഴിവാക്കണം എന്നല്ല ഇവിടെ പറയുന്നത്. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. അതെന്താണ്? ആ വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? ഉപദേശം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് അന്ധമായി വിശ്വസിക്കരുത്. അതാണ് പ്രധാനം. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആ ഉപദേശം നൽകി എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു നിയമോപദേശം കിട്ടിയെന്ന് വയ്ക്കാം. അത് കിട്ടിയ ഉടനെ അത് അതേപടി അന്ന് സ്വീകരിക്കരുത്. അതിന്റെ പിന്നിലുള്ള തത്വം, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കണം. ശരിക്കും ഈ സ്രോതസ്സിലെ ഏറ്റവും ശക്തമായ ഒരു നിർദ്ദേശം അതാണ്. വീണ്ടും വീണ്ടും എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കുട്ടിക്കുള്ള ജിജ്ഞാസയില്ലേ, അതുപോലെ കാര്യങ്ങളെ സമീപിക്കണം. അങ്ങനെ അടിസ്ഥാനപരമായ തത്വം മനസ്സിലാക്കിയാൽ പിന്നീട് അതുപോലെയുള്ള വേറെ സാഹചര്യങ്ങൾ വരുമ്പോഴും ആ അറിവ് നിങ്ങൾക്ക് ശരിയായി ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിക്കും ആലോചിക്കേണ്ട ഒരു പോയിന്റാണല്ലോ. അതായത്, നമുക്ക് ഉപദേശം തരുന്ന വ്യക്തിക്ക് പോലും ചിലപ്പോൾ ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ടാവണമെന്നില്ല, അല്ലേ? വളരെ ശരിയാണ്. സ്രോതസ്സിലെ ഒരു നിരീക്ഷണം അതുതന്നെയാണ്. പലപ്പോഴും ഈ ഉപദേശകൾ പോലും കാര്യങ്ങളെക്കുറിച്ച് അത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ രണ്ടാമതോ മൂന്നാമതോ നമ്മൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഉത്തരം മുട്ടിയേക്കാം. കാരണം ഒരുപക്ഷെ അവർ കേട്ടറിഞ്ഞ കാര്യങ്ങൾ അതേപടി കൈമാറുക മാത്രമായിരിക്കാം ചെയ്യുന്നത്. അവർ സ്വയം അത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത് ഒരു തരത്തിലുള്ള അനാദരവായിട്ട് കാണേണ്ട കാര്യമേയില്ല, അല്ലേ? മറിച്ച് ആ വിഷയത്തിന്റെ കാതൽ മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾക്കും ഒരുപക്ഷെ ആ ഉപദേശം തന്ന ആൾക്കും ഗുണമുണ്ടാക്കാനും വേണ്ടിയുള്ളൊരു ശ്രമമായിട്ട് ഇതിനെ കാണാം. ഈ സ്രോതസ്സിൽ ചിന്തകനായ ഹറൂൺ സത്തയുടെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ. ഒരു ചർച്ച കഴിഞ്ഞ് താൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പുനർവിചിന്തനം വേണമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. അത് ഈ ഒരു തുറന്ന സമീപനത്തിന്റെ, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നതിന്റെ പ്രാധാന്യം കാണിക്കുന്നുണ്ട്. അതേ, തീർച്ചയായും. ഇനി ഈ എന്തുകൊണ്ട് എന്ന ചോദ്യം നമുക്ക് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. സ്രോതസ്സിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നത് അനുസരണക്കേടായി കണക്കാക്കുമോ എന്ന്. അപ്പോൾ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളെക്കുറിച്ച് ഈ സ്രോതസ്സ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ അനീതിപരമെന്ന് നമുക്ക് തോന്നുന്ന നിയമങ്ങളെയോ അല്ലെങ്കിൽ ചില പാരമ്പര്യങ്ങളെയോ ചോദ്യം ചെയ്യുന്നത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. നിയമങ്ങൾ കാലക്രമേണ മെച്ചപ്പെടാം, ചിലപ്പോൾ മോശമാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ എപ്പോഴും ആവശ്യമാണ്. ഈ ചോദ്യം ചെയ്യൽ മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നും ഇതിൽ പറയുന്നുണ്ടല്ലോ. ദൈവികമെന്ന് കരുതപ്പെടുന്ന നിയമങ്ങളെക്കുറിച്ചും ഒരു പരാമർശം കാണുന്നുണ്ട്. ഉണ്ട്. പക്ഷെ അത് സ്രോതസ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് നമ്മൾ അതുപോലെ പങ്കുവയ്ക്കാം. അവരുടെ വാദം ഇങ്ങനെയാണ്: ദൈവികമെന്ന് പറയുന്ന നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. അവ നമ്മുടെ അടിസ്ഥാന സ്വഭാവവുമായി ചേർന്നു പോകുന്നവയാണ്. ഇനി അവയോട് നമുക്കൊരു തരം എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ
ഒരുപക്ഷേ അത് നമ്മുടെ ഉള്ളിലെ എന്തെങ്കിലും മാലിന്യം കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ ആവാം. അതുകൊണ്ട് കുറച്ചുകൂടി വിനയത്തോടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന്റെ യുക്തിയും നമ്മുടെ പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവും നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഈ സ്രോതസ് വാദിക്കുന്നത്. ദൈവീകമായ ജ്ഞാനം മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ശരിയല്ല എന്നും അത് ദോഷകരമാണെന്നും കൂടി ഈ സ്രോതസ് അഭിപ്രായപ്പെടുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇത് സ്രോതസ്സിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശരി. അപ്പോ ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ ഓർത്തുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ അറിവും പുറത്തുനിന്ന് കിട്ടുന്ന ഉപദേശങ്ങളും അറിവുകളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നതാണ്. എല്ലാത്തിനെയും കണ്ണടച്ചു വിശ്വസിക്കുകയും അരുത്, എന്നാൽ എല്ലാത്തിനെയും തള്ളിക്കളയുകയും വേണ്ട. പകരം അതിന്റെ പിന്നിലെ എന്തുകൊണ്ട് എന്നെപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സ്വന്തം ചിന്തയായാലും മറ്റൊരാളുടെ ഉപദേശമായാലും സമൂഹത്തിലെ നിയമങ്ങളായാലും ശരി. ആ ഒരു ജിജ്ഞാസ, കാര്യങ്ങളുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. അതാണ് പ്രധാനം. അതെ, വളരെ ശരിയാണ്. ഈ ഉപദേശങ്ങൾക്കും നിയമങ്ങൾക്കും പിന്നിലെ ആ എന്തുകൊണ്ട് എന്ന താക്കോൽ വാക്ക്, അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഈ ചർച്ചയിലുടനീളം കണ്ടത്. അപ്പോ ഇനി നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ ഈ എന്തുകൊണ്ട് എന്ന് കാര്യമായി ചോദിക്കാതെ നിങ്ങൾ അതേപടി സ്വീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ ഒരു വിശ്വാസം, അതുമല്ലെങ്കിൽ ഒരു വിദഗ്ധോപദേശം ഉണ്ടോ? ഒരു നിമിഷം അതൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നു മുതൽ ആ ചോദ്യം, ആ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം പുതിയ സാധ്യതകളായിരിക്കും, പുതിയ വാതിലുകളായിരിക്കും നിങ്ങളുടെ മുന്നിൽ തുറന്നുവരിക? അതൊന്ന് ചിന്തിച്ചു നോക്കുമല്ലോ.